ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് ബാഗ്. ഞാനങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. ഒരമ്മയായതിനു ശേഷം എനിക്കങ്ങനെ മേക്കപ്പ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടാറില്ല ഗൈസ്. പക്ഷേ എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ പുതിയ പ്രൊഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്യുന്നതും ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഞാനൊരു മേക്കപ്പ് ചെയ്തു. നാളുകൾക്ക് ശേഷം ഞാനിങ്ങനെ ആസ്വദിച്ച് ഒരു മേക്കപ്പൊക്കെ ചെയ്തു. വേണമെങ്കിൽ ഒരു ക്ലീൻ ഗേൾ ലുക്ക് എന്നൊക്കെ പറയാം. അത്ര ക്ലീനൊന്നും അല്ലാന്ന് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, എൻ്റെ ഒരു സ്റ്റൈലിലുള്ള ക്ലീൻ ഗേൾ ലുക്കാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. അപ്പോൾ നമുക്ക് എൻ്റെ മേക്കപ്പ് ബാഗിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ലെങ്കിലും എൻ്റെ ഈ ഒരു മേക്കപ്പ് ബാഗ് എപ്പോഴും ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന കാണാനാണ് എനിക്കിഷ്ടം. ഈ ഒരു ബാഗിനെ പറ്റി പറയുവാണെങ്കിൽ, ഇത് ഞാൻ സെഫോറയിൽ നിന്ന് ആദ്യമായിട്ടൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ബാഗാണ്. ഇതിപ്പോൾ ഒരു 3 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇതൊരു അടിപൊളി ബാഗാണ്. ഇതിൻ്റെ ഈ ഒരു സിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള സിപ്പാണ്. നമുക്കിതിനെ ഇങ്ങനെ വിശാലമായിട്ട് തുറക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഈ ബാഗ് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഏത് പ്രോഡക്റ്റ് ആദ്യം കാണിക്കണമെന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന ആ ഒരു ഓർഡറിൽ കാണിക്കാമെന്ന്. അപ്പോൾ മോയ്സ്ചറൈസർ, ഇത് സെറാവേ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസറാണ്. കോമ്പിനേഷൻ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളത്. എൻ്റെ സ്കിൻ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, ഓയിലി പ്ലസ് ഡ്രൈ സ്കിന്നാണ്. അതുകൊണ്ട് ഈ ഒരു മോയ്സ്ചറൈസർ. പക്ഷേ ഈ ഒരു മോയ്സ്ചറൈസർ ഞാനങ്ങനെ ഡെയിലി യൂസ് ചെയ്യാറില്ല. കാരണം ഒരമ്മയായതിനു ശേഷം എനിക്ക് അതിനുപോലും സമയം കിട്ടാറില്ല ഗൈസ്. ഇനി ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇങ്ങനെ മോയ്സ്ചറൈസറൊക്കെ ഡെയിലി യൂസ് ചെയ്ത് തുടങ്ങണം, ഒരു റുട്ടീനൊക്കെ സെറ്റ് ചെയ്യണമെന്ന്. നമുക്ക് നോക്കാം. അടുത്തത് ഈ ഒരു കൺസീലറാണ്. ഇത് മേബിലൈൻ്റെ ഏജ് റിവൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസീലറാണ്. ഇത് എനിക്കൊന്ന് ഒത്തിരി നാളായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു കൺസീലറാണ്. പക്ഷേ ഞാനിത് വാങ്ങിക്കുന്നത് ഈ അടുത്താണ്. ഈ അടുത്തെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, ഇത് യൂട്യൂബിൽ എൻ്റെ 4th വീഡിയോ ആണ്. അപ്പോൾ അതിന് ശേഷം വാങ്ങിച്ചൊരു കൺസീലറാണ്. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ല അടിപൊളി കൺസീലറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു കൺസീലർ വെച്ചിട്ടാണ് അതൊക്കെ കൺസീൽ ചെയ്യുന്നത്. പിന്നെ കോമ്പാക്ട് പൗഡർ, ഇതും മേബിലൈൻ്റെ ഒരു കോമ്പാക്ട് പൗഡറാണ്. പിന്നെ ഫേസസ് കാനഡയുടെ ഒരു ബ്ലഷ്, ഫേസസ് കാനഡയുടെ തന്നെ ഒരു ഹൈലൈറ്റർ. പിന്നെന്താ, ഇത് ബെനഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ബ്ലഷ് പാലറ്റാണ്. ഇത് ശരിക്കും അടിപൊളിയാണ്. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ നല്ല പുത്തൻ പോലെ ഇരിക്കുന്നത്. കാരണം ഞാനിതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ആകെ ഒരു 2 പ്രാവശ്യമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. പിന്നെ ഇത് ഒരു ഹൈലൈറ്ററാണ്. ഇതും ബെനഫിറ്റിൻ്റെ തന്നെയാണ്. കുക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. പക്ഷേ ഇത് അടിപൊളി ഹൈലൈറ്ററാണ് ഗൈസ്. സൂപ്പറാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതും എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അവൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു സാധനം കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ക്ലാരൻസിൻ്റെ ഒരു ലിപ്പ് ഓയിലാണ്. ഇത് ശരിക്കും ഒരു അടിപൊളി ലിപ്പ് ഓയിലാണ്. ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പ് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഒരു ലൈറ്റ് പിങ്ക് കളർ വരികയും ചെയ്യും. അപ്പോൾ ഇതൊരു സൂപ്പർ ലിപ്പ് ഓയിലാണ്. അപ്പോൾ അത് 3ഉമാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. പിന്നെ ഓക്കെ, അതത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഐ മേക്കപ്പിലോട്ട് വരാം. ഇതൊരു ഐബ്രോ പാലറ്റാണ്, മാഴ്സിൻ്റെ. പിന്നെന്താ, ഒരു ഐബ്രോ പെൻസിൽ. ഇത് നല്ല രസമുള്ളതാണ്. ബ്രഷും പെൻസിലും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ടു യൂസ് ആണ്. പിന്നെ ഒരു കാജൽ, മസ്കാര. ഇത് മേബിലൈൻ്റെ സ്കൈ ഹൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മസ്കാരയാണ്. ഇത് കൊള്ളാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ ആക്കിയാലേ ഇത് പോകത്തുള്ളൂ. അപ്പോൾ അത് കാരണം എനിക്ക് അത്ര അങ്ങോട്ട് സെറ്റായില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. അപ്പം ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ
ഞാനങ്ങനെ മേക്കപ്പ് ചെയ്യാറില്ല, വൺസ് ഇൻ എ വൈലാണ് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ പ്രൊഡക്ട്സ് ഒക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെന്താ, പിന്നെ ഐലൈനർ. ഇത് ഡാസ്ലറിൻ്റെ ഒരു ഐലൈനറാണ്, ഫേസസ് കാനഡയുടെ ഒരു ഐലൈനർ. എനിക്കിങ്ങനെ ഐസിന് ഇങ്ങനെ വിങ്സ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വാലൊക്കെ ഇടുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നാറുണ്ട്. പിന്നെന്താ, പിന്നെ ലിപ്സ്. ഞാനങ്ങനെ ഒരു ലിപ്സ്റ്റിക് ഗേളൊന്നും അല്ല, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ അധികം ലിപ്സ്റ്റിക്കൊന്നുമില്ല. ആകെ ഒരു ലിപ്സ്റ്റിക്കേ ഉള്ളൂ. ഇത് മേബിലൈൻ്റെ സൂപ്പർ സ്റ്റേ മാറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് ആമസോണിയൻ. പക്ഷേ ഇത് കൊള്ളാം, നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഞാൻ അങ്ങനെ അത്രയും ഒരു ലിപ്സ്റ്റിക് പ്രേമി അല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായില്ല. ഇത് ഞാൻ വാങ്ങിച്ചത് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ഒന്ന് ഒരുങ്ങാൻ വേണ്ടി വാങ്ങിച്ചതാണ്. എനിക്ക് ലിപ്സ്റ്റിക് ഇഷ്ടമല്ലെങ്കിലും ലിപ് ടിൻ്റ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഈ ഒരു സാധനമാണ്, മാസിൻ്റെ ഡ്രിപ്പ് ലിപ് മിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ള സാധനമാണ്. ഇതും ഞാൻ ഈ അടുത്ത് ആണ് വാങ്ങിച്ചത്. പക്ഷേ ഇത് കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് ഈ ഒരു സാധനമാണ്. പിന്നെന്താ, ഇത് ഗീസൗ. ഇത് എങ്ങനെയാ ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഞാനിങ്ങനെ എന്താ പറയുക, ആഗ്രഹിച്ച് കാത്തിരുന്ന് കൊതിച്ച് വാങ്ങിച്ച ഒരു സാധനമാണ്. പക്ഷേ ഇതും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ആകെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിട്ട് കഴിയുമ്പോൾ നമ്മുടെ ലിപ്പ് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, നല്ലൊരു ലുക്ക് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ ഈ ഒരു ഷേപ്പൊക്കെ കൊള്ളാം അല്ലേ, നല്ല രസമുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയും എൻ്റെ ബാഗിലുള്ളത് ഒരു ഹെയർ ജെല്ലാണ്. ഇത് ഒരു ആയുർവേദിക് ഹെയർ ജെല്ലാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്ലീക്ക് ഹെയർ സ്റ്റൈൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ചെയ്തേക്കുന്നതും ഒരു സ്ലീക്ക് ഹെയർ സ്റ്റൈലാണ്. എനിക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹെയർ ജെല്ല് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കോമ്പ് വെച്ചിട്ട് ഞാൻ മുടി ചീകി ഈ ഹെയർ ജെല്ലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ സ്പ്രേ ചെയ്ത് ഇങ്ങനെ ഒന്ന് ആക്കിക്കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ് ബാഗിൽ ഉള്ള പ്രൊഡക്ട്സ്. ഇതൊക്കെ ഇങ്ങനെ ഈ ബാഗിലിരിക്കുന്ന കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ അതിൻ്റെ ഒരു വീഡിയോ എടുത്തെന്നുള്ളതേ ഉള്ളൂ. വേറെന്താ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.